തൂക്കി കയറ്റുന്നതിന് ഒരു ക്ഷണം മുന്ന അമ്മയുടെ മോൻ ദേവൻ വന്നെന്നെ രക്ഷിച്ചത്. അത് തെറ്റായി പോയെന്ന് ഇപ്പൊ മനസ്സിലായി. നിന്റെ ഒരു കൂട്ടുകാരി എന്റെ അടുത്ത് വന്ന് നിന്റെ മോളുടെയും ദയനീയ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞപ്പോ മനസ്സലിഞ്ഞതാ എനിക്ക് പറ്റിയ തെറ്റ്. അല്ല, നിനക്ക് നോക്കാൻ ഒരു കുഞ്ഞില്ലേ? ഇങ്ങനെ എന്റെ പുറകെ നടന്ന അതിന്റെ ജീവിതം കൂടി നശിപ്പിക്കരുത്. മനസ്സിലായോ നിനക്ക്? എന്റെ ജീവിതത്തിൽ ദേവേട്ടനും ദേവേട്ടന്റെ കുടുംബവും മാത്രമേ ഉള്ളൂ. ഇത് നമ്മുടെ രണ്ടുപേരുടെയും ജീവിതമാവുമ്പോ എനിക്ക് മാറി നിൽക്കാൻ പറ്റുമോ? ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, വലിയ മനസ്സാ നന്മയാന്നൊക്കെ പറഞ്ഞ് എന്റെ വായടച്ചു. ഈ വൈശാലി വീണ്ടും വൈദേഹിയായിട്ട് വരുമെന്ന് എനിക്ക് അന്നേ അറിയായിരുന്നു. ചേച്ചിക്ക് അജയേട്ടന്റെ കാര്യങ്ങളൊന്നും ഒരു ശ്രദ്ധയില്ല. ബാക്കി എല്ലാ കാര്യങ്ങളും ശ്രദ്ധയുണ്ട്. ഊർമിളേച്ചി വെറുതെ കാട് കയറി ചിന്തിക്കുക. ചേച്ചി പറഞ്ഞതുകൊണ്ട് ഒന്നും നടക്കാൻ പോകുന്നില്ലെന്ന് ആദ്യം മനസ്സിലാക്കാം. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഭർത്താവിനെ കൊന്നിട്ടും ഭാഗ്യം കൊണ്ടാ നീ രക്ഷപ്പെട്ടത്. നിനക്ക് സുഖമില്ലാത്തൊരു കുഞ്ഞുണ്ടെന്ന് അറിഞ്ഞു. ആ കുഞ്ഞിനെ ചെന്ന് നോക്കാതെ നീ എന്തിനാ ഇവന്റെ പുറകെ നടക്കുന്നേ? എന്തെങ്കിലും നിനക്ക് നേടാനുണ്ടോ? എനിക്ക് എന്റെ ജീവിതം വേണ്ടതച്ചാ. എനിക്ക് എന്റെ ഭർത്താവിനെ വേണം. എന്റെ കുടുംബം എനിക്ക് തിരികെ വേണം. മതി, നിർത്ത് വൈശാലി. നിന്റെ നല്ലതിനു വേണ്ടിയാ പറയുന്നു. മര്യാദയ്ക്ക് പൊയ്ക്കോ. ഈ വൈശാലി ഇടയ്ക്ക് എവിടുന്ന് കേറി വന്നത് ഈശ്വര? ദേവേട്ടന് എന്താ പറ്റിയേ? ചുറ്റുവട്ടത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ സാമ്രാണിത്തിരിന്ന് വിളിച്ചോണ്ട് എന്റെ പുറകെ ഓടി വന്നിരുന്നയാളാ. ഇപ്പൊ എന്തുകൊണ്ട് ദേവേട്ടൻ എന്നെ തിരിച്ചറിയാൻ പറ്റാത്ത? കാരണം നീ എന്റെ സാമ്രാണിത്തിരി അല്ലാത്തത് കൊണ്ട് തന്നെയാ. ഹലോ സാമ്രാണിത്തിരി. ആരൊക്കെ പറഞ്ഞ കുറെ കെട്ടുകഥകളും വിശ്വസിച്ച് നടക്കുന്നതുകൊണ്ട് ദേവേട്ടനെ ഞാൻ ആരാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത. പക്ഷെ ഞാൻ ഒരു കാര്യം മാത്രം പറയാം. ദേവേട്ടൻ എന്നെ എത്ര മാറ്റി നിർത്തിയാലും ഞാൻ ദേവേട്ടനെ വിട്ട് എങ്ങോട്ടും പോവില്ല. ഭ്രാന്ത് പറയുന്ന അവസാനിപ്പിച്ചോ. ദേ, ഇത് നിനക്കുള്ള ലാസ്റ്റ് വാണിങ്ങാ. വീണ്ടും എന്റെ കൺമുമ്പിൽ വന്ന എന്ത് ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. സ്വന്തം മോനെ കണ്ടിട്ടും ഒരു കുലുക്കവും ഇല്ലാതില്ലേ നിന്നത്? എന്റെ അമ്മയ്ക്ക് മാത്രം ഇതൊക്കെ എങ്ങനെ പറ്റുന്നു? തെറ്റ് ചെയ്തത് ഞാനാണ്. അമ്മയെന്ന് വിളിക്കാനുള്ള യോഗ്യത എനിക്കില്ല. അമ്മയോടൊപ്പം ജീവിക്കാനുള്ള ഭാഗ്യവുമില്ല. എന്തൊക്കെ പറ്റിയേ? എന്റെ ഫാമിലിയെ ഞാനിന്ന് കണ്ടിരുന്നു. അതെയോ? എന്നിട്ട് സംസാരിച്ചോ? അവരൊക്കെ എന്താ പറഞ്ഞേ? എന്തു പറയാനാ? ഞാൻ ആരാണെന്നുള്ളത് അവർക്കറിയില്ലല്ലോ. എല്ലാം പറയേണ്ട അമ്മ മൗനം പാലിക്കുമ്പോ ഒന്നും അറിയാത്ത ബാക്കിയുള്ളവര് ഒരു അന്യനോടെന്ന പോലെയല്ലേ എന്നോട് സംസാരിക്കൂ. എന്താ തന്റെ മുഖം വല്ലാണ്ടിരിക്കുന്നത്? ഞാൻ ഇന്നെന്റെ ഫാമിലിയിലുള്ളവരെ കണ്ടിരുന്നു. അതെയോ? എന്നിട്ട് എന്തു പറഞ്ഞു? താൻ വൈദേഹിയാണെന്ന് അവര് സമ്മതിച്ചോ? സമ്മതിച്ചിരുന്നെങ്കിൽ ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വരുമായിരുന്നു. ഇയാള് ചെയ്യുന്ന ഈ സഹായത്തിന് എന്റെ ഭർത്താവും ഒത്തുവന്ന് ഇയാളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഞാൻ തീർത്തു വയ്ക്കും. എന്ത് ബന്ധങ്ങളാണാവോ? ചിന്തിക്കുമ്പോ ചിലപ്പോ അത്ഭുതം തോന്നാറുണ്ട്. ചിലപ്പോ വല്ലാത്ത വിഷമവും തോന്നും. എല്ലാ യോഗ്യതകളും ഉണ്ടായിരുന്നിട്ടും ഒരു ബന്ധത്തിന് വേണ്ടി പോരാടേണ്ടി വരുന്നത് അതെത്ര വലിയ നിർഭാഗ്യമാണ്. നിർഭാഗ്യത്തെ ഭാഗ്യമാക്കി മാറ്റാനുള്ള കഴിവ് ഈ പോരാട്ടത്തിന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ബന്ധങ്ങൾക്ക് വേണ്ടി നമ്മൾ തന്നെ പോരാടണം. ഇല്ലെങ്കിൽ ഇങ്ങനെ നിർഭാഗ്യത്തിന്റെ പേരും പറഞ്ഞ് നമ്മൾ ജീവിതകാലം മുഴുവൻ വിഷമിച്ചിരിക്കും. നമുക്ക് പോരാടണം. അതിരിക്കട്ടെ, അവന് നിനക്ക് ഇഷ്ടമല്ലേ ആരാധ്യ? ഒറ്റ വാക്കിൽ പറഞ്ഞാല് വൈദേഹി ഇല്ലാത്ത കുറവ് നീക്കുന്നത് നീയാ. ഇന്ദുമ്മയ്ക്ക് ഞാൻ ദേവനെ കല്യാണം കഴിക്കണമെന്ന് തന്നെ ആഗ്രഹം. പക്ഷേ ദേവൻ എന്റെ കാര്യത്തിൽ
ഒരു ചലനവും ഇല്ലല്ലോ ഈശ്വര. ഇപ്പൊ ഞാൻ ചെന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞാലും ദേവൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ലല്ലോ. അത് വേണ്ട. ഇപ്പൊ ഞാൻ ദേവനെ കൺവിൻസ് ചെയ്യാൻ പോയാ അതൊരു റോങ് പ്രോസസ്സായി പോവും. ഒറ്റ വാക്കുകൊണ്ട് കാര്യം നടക്കണം. നിശ്ചയവും കല്യാണവും ഒക്കെ കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് ജീവിതം തുടങ്ങണം. അതിന് മുതിർന്നവരെ കൊണ്ടേ സാധിക്കൂ. ഇന്ദുമ്മ തന്നെ എല്ലാം ചെയ്യട്ടെ. ഇന്ദുമ്മയുടെ പുറകിൽ നിന്ന് ഞാൻ കരുക്കൾ മാത്രം നീക്കണം. യെസ്. ഇന്ദുമ്മേ, വാ മോളെ, ഇവിടെ ഇരിക്കേ. ദേവൻ എവിടെ പോയി? അതെന്താ എന്നോട് ചോദിക്കുന്നേ? എപ്പോഴും അവന്റെ മേലെ ഒരു കണ്ണുണ്ടാവണമെന്ന് എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുള്ളതാ. എത്ര കാലമെന്ന് വെച്ചാ ഞാനിങ്ങനെ പുറകെ നടക്ക. അല്ല, നീ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ മോളെ? നീയാണിപ്പോ ഞങ്ങളുടെ എല്ലാം പ്രതീക്ഷ. ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാവണം. പറ്റില്ലേ നിനക്ക്? എല്ലാവരുടെയും മനസ്സിലെ ആഗ്രഹം. പക്ഷെ ദേവനിപ്പോ ചിന്തിക്കുന്നതെല്ലാം എത്രയും പെട്ടെന്ന് അമേരിക്കയിലേക്ക് പോകുന്നതിനെ കുറിച്ച് മാത്രം. അമേരിക്കയൊക്കെ പഴയ തീരുമാനമല്ലേ. ഇപ്പൊ അങ്ങനെയുള്ള ചിന്തയൊന്നും ഉണ്ടാവില്ല. എന്തുകൊണ്ടില്ല? ആരോട് ഫോണിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടിരുന്നു. അടുത്ത മാസം പോവാനാണ് ഇത്ര പ്ലാൻ ചെയ്തേക്കണേ. അവനെ ആരും അയക്കാൻ പോണില്ല. അന്ന് വൈദേഹി മരിച്ച വേദനക്കിടയിൽ അവൻ ഇവിടെ നിന്നാ ആ വേദന അവനെ വല്ലാണ്ട് അലട്ടുമെന്ന് കരുതിയല്ലേ ഞങ്ങൾ എല്ലാവരും അവനോട് പോകാൻ പറഞ്ഞത്. ഇന്നിപ്പോ അതിന്റെ ഒന്നും കാര്യമില്ലല്ലോ. നീ വന്നതിന് ശേഷം വൈദേഹിയെ കുറിച്ചുള്ള സംസാരം പോലും നിന്നില്ലേ. ഈ വക്കീല് കുഞ്ഞ് കിളവിയോട് എന്താണാവോ പറയുന്നത്? എന്തൊക്കെ ഇന്ദുമ്മ മാത്രമല്ലേ ചിന്തിക്കുന്നേ? ഇതൊക്കെ ദേവന്റെ മനസ്സിലും തോന്നണ്ടേ? ഇങ്ങനെ നാളെ എന്തെങ്കിലും ഒരു ദിവസം ദേവൻ അമേരിക്കയിലേക്ക് തിരിച്ചു പോയാ ഞാനിവിടെ ഇങ്ങനെ കാത്തിരുന്നിട്ട് എന്ത് പ്രയോജനം ഉണ്ടാവാൻ ഇന്ദുമ്മ? അപ്പൊ അതിനേക്കാളൊക്കെ മുമ്പ് ഞാൻ തിരിച്ചു പോയാൽ എനിക്ക് എന്റെ കരിയറെങ്കിലും നോക്കാം. അങ്ങനെയൊന്നും പറയല്ലേ മോളെ. നീ ഇവിടുന്ന് എങ്ങോട്ടും പോകുന്നില്ല, അവനെ ഇങ്ങോട്ടും പറഞ്ഞു വിടുന്നില്ല. ആദ്യം നിങ്ങൾ തമ്മിലുള്ള നിശ്ചയം നടത്തിയ ആരും എങ്ങോട്ടും പോയില്ല. ഇവിടെ തന്നെ നിന്നോളൂ. നിശ്ചയമോ? ദേവനും ആരാധ്യക്കും തമ്മിൽ നിശ്ചയം നടത്താനാണോ അപ്പൊ കിളവിയുടെ പ്ലാൻ? ഇന്ദുമ്മ നിശ്ചയം എന്നൊക്കെ പറഞ്ഞാ ദേവൻ അതിന് സമ്മതിക്കോ? എന്തുകൊണ്ട് സമ്മതിക്കില്ല? മരിച്ചുപോയ വൈദേഹിക്ക് വേണ്ടി ജീവിതകാലം മുഴുവൻ ഇവനിങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കാൻ പോവാ? അത് ഞാൻ സമ്മതിക്കില്ല. ആരെങ്കിലും കല്യാണം കഴിക്കുന്നതിന് പകരം ചെറുപ്പം തൊട്ട് ഒന്നിച്ച് കളിച്ചു വളർന്ന നിന്നെ കല്യാണം കഴിക്കുവാണെങ്കിൽ അവന് സന്തോഷം, ഈ കുടുംബത്തിനും അതല്ലേ നല്ലത്. എന്തു പറയുന്നു? എല്ലാം ഇന്ദുമ്മയുടെ ഇഷ്ടം. അയ്യടാ, ഇവക്കൊരിഷ്ടം ഇല്ല പോലും. ഇന്ദുമ്മയുടെ ഇഷ്ടം അത്രേ. സത്യത്തില് കിളവിയെ കുത്തിയിളക്കി വിട്ടത് നീ തന്നെയല്ലേടി? എനിക്ക് ഏറ്റവും മോളെ ഒത്തിരി ഇഷ്ടായി. മറ്റന്നാൾ എന്റെ പിറന്നാളാ. അന്ന് തന്നെ നമുക്ക് നിങ്ങളുടെ നിശ്ചയവും നടത്താം. പിന്നെ കല്യാണം കഴിഞ്ഞതുപോലല്ലേ? താങ്ക്സ് ഇന്ദുമ്മേ. കയ്യിന്ന് വഴുതി പോയ മാണിക്കക്കല്ല് വീണ്ടും തിരിച്ചു കിട്ടാൻ പോവാ. അല്ല, ദേവൻ ആരാധ്യയെ കല്യാണം കഴിച്ചാ അത് നമുക്ക് നല്ലതല്ലേ? ഈ വരുൺ എവിടെ പോയി കിടക്കുക? എന്തുനാടിയത്? ഉള്ള കഷ്ടകാലമൊന്നും പോരാഞ്ഞിട്ടാണോ തലയ്ക്ക് കൈയും കൊടുത്തിരിക്കുന്ന? പിന്നെ എന്ത് ചെയ്യണോന്നാ? ഒന്നും ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ഒന്നും അങ്ങോട്ട് വർക്കൗട്ട് ആവുന്നുമില്ല. ഇപ്പൊ വർക്കൗട്ട് ആവൂടാ. ഇപ്രാവശ്യവും വിചാരിച്ച പോലൊന്നും നടന്നില്ലെങ്കിൽ നിന്നെപ്പോലൊരു നിർഭാഗ്യവാൻ ഈ ഭൂമുഖത്തില്ലെന്ന് കൂട്ടിക്കും. നീ അങ്ങോട്ട് കാര്യം പറയുന്നുണ്ടോ? ഭാഗ്യം നിർഭാഗ്യമൊക്കെ തൽക്കാലം അവിടെ നിൽക്കട്ടെ. ഇന്ദുമ്മ ദേവന്റെ ആരാധ്യയുടെയും കല്യാണം നടത്താനുള്ള ശ്രമം. നേരാണോടി? അതേലോ. ഇന്ദുമ്മയുടെ പിറന്നാളിന്റെ അന്ന് തന്നെ നിശ്ചയം നടത്തണമെന്ന് തിരക്കിട്ട് പ്ലാൻ ചെയ്തോണ്ടിരിക്കുക. ഒടുക്കത്തെ ഭാഗ്യമാണല്ലേടി അവന്. ഏത് പെണ്ണ് വീട്ടിൽ കയറി വന്നാൽ അവന് കിട്ടും. എല്ലാരും അവനെ കൊണ്ട് കെട്ടിക്കാൻ പുറകെ നടക്കും. നീയും ഉണ്ടല്ലോ, എന്തിനു കൊള്ളാം. നിന്റെ തലയ്ക്കകത്തോട്ട് ഇതൊക്കെ കേറുള്ളൂടാ. ആരാധ്യയോടൊപ്പം കല്യാണം നടന്ന അതൊരു രണ്ടാം കല്യാണമാവും. ഏകപത്നി വ്രതത്തിന് ഭംഗം ഉണ്ടാവും. രാജ്യാധിപതിയായിട്ട് ദേവന് പിന്നെ യോഗയില്ലാണ്ടാവും. ഇപ്പോഴെനിക്ക് കാര്യം പിടികിട്ടിയേ. നിന്റെ ചക്രകേസര ഭർത്താവിന് മത്സരത്തിൽ പങ്കെടുക്കാൻ പറ്റാത്തോണ്ട് പിന്നെ ഞാൻ മാത്രമാണുള്ളത്.
മൈ റാണി. ന്യൂസ് കൊണ്ടുവന്നത് റാണിയല്ലേ? പിന്നെ എന്തെന്നാടാ നിന്റെ ഡൗട്ട്? എന്നാ എന്റെ മുത്ത് റെഡിയായിരുന്നോ? ദേവന്റെ ആരാധ്യയുടെ കല്യാണം കഴിഞ്ഞതും പിന്നെ നമ്മുടെ കല്യാണം. ദുഷ്ടഗ്രഹങ്ങൾ രണ്ടും കൂടി എന്താണ് ഗൂഢാലോചന? ദുഷ്ടഗ്രഹങ്ങളല്ല ബ്രോ, ഭാഗ്യഗ്രഹങ്ങളായത്. ഭാഗ്യോ? നിങ്ങൾക്കോ? ആ മുഖം ഒന്ന് കണ്ണാടിയിൽ നോക്കിയായിരുന്നോ? അതും ശരിയാ. അത്രയ്ക്ക് ഭാഗ്യം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരുത്തന്റെ കൂടെ ജീവിക്കേണ്ടി വരൂ? അതോർത്ത് നീ വിഷമിക്കൊന്നും വേണ്ട. ഭാഗ്യം നിന്റെ പുറകെ തന്നെ ഉണ്ടല്ലോ ബ്രോ. ഞാനിപ്പോ ഭാഗ്യം എന്ന് പറഞ്ഞ എന്തിനാന്നറിയോ? ഇതുവരെ ന്യൂസ് പുറത്തായിട്ടില്ല. ഇപ്പൊ വീട്ടില് പുതിയൊരു ആള് വന്നിട്ടില്ലേ, ആരാധ്യ. ആരാധ്യയെ കൊണ്ട് ദേവനെ കല്യാണം കഴിപ്പിക്കാനുള്ള ഗൂഢാലോചന നടക്കുന്നുണ്ട്. ഇന്ദു അമ്മ അതിന് പുറകില്. അവരുടെ കല്യാണം നടന്നാ ബ്രോക്കായിരിക്കും ലോട്ടറി അടിക്കാൻ പോവാ. ആ ആംഗിളിൽ ചിന്തിക്കാനുള്ള ബുദ്ധി ഉണ്ടെങ്കിലല്ലേ ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റൂ. എന്റെ ബ്രദറിന് അതിനെ കുറിച്ച് ആലോചിച്ച് മനസ്സ് പുണ്ണാക്കേണ്ട യാതൊരു കാര്യമില്ലല്ലോ. ശേഷിയില്ലാത്ത ഒരാൾക്ക് രാജാവാൻ പറ്റില്ലെന്ന് പുള്ളിക്കറിയാം. എന്തിനാ ഇപ്പൊ ഈ ചർച്ച? എന്റെ ബ്രോ, ദേവന്റെ രണ്ടാം കല്യാണം നടന്നാ അവന്റെ യോഗ്യത നഷ്ടപ്പെടും. ബ്രോ എന്തായാലും മത്സരത്തിലും ഇല്ല. പിന്നെ ബാക്കിയുള്ളത് ഞാനല്ലേ. അപ്പൊ അടുത്ത രാജാവ് ഞാനല്ലേ ബ്രദറെ? കുറേശ്ശെ മനസ്സിലാവുന്നുണ്ടല്ലേ? ശബ്ദം പുറത്തേക്ക് കാണാത്തത് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടാ. ഇപ്രാവശ്യം നീ രാജാവാകുന്നത് തടസ്സപ്പെടുത്താൻ ഒരു വക്രഗ്രഹവും പരിസരത്തില്ല. എന്തിനാ ഇപ്പൊ ഇങ്ങനെ ചിരിക്കുന്ന? തലയിലെ സ്ക്രൂ വല്ലതും ലൂസായോ? അതെ, എനിക്കല്ല, നിങ്ങളുടെ തലയാ ലൂസായിരിക്കുന്നേ. പ്ലാനിട്ട് നിങ്ങൾക്ക് മതിയായില്ലേ? ഒരെണ്ണം പോലും വർക്കൗട്ട് ആവുന്നില്ലല്ലോ. ഇതും അതുപോലൊക്കെ തന്നെ. അങ്ങനെ ആളെ കൊച്ചാക്കല്ലേ. ദേവന്റെ ആരാധ്യയുടെ കല്യാണം കഴിഞ്ഞാ പിന്നെ എനിക്കല്ലേ രാജാവാൻ പറ്റൂ. പക്ഷെ ഒരു കല്യാണമെങ്കിലും നടക്കണം. എന്തുകൊണ്ട് നടക്കില്ല? നടക്കില്ലെന്ന് പറഞ്ഞാൽ നടക്കില്ല, അത്ര തന്നെ. ഭാഗ്യമുള്ളവരുടെ കഴുത്തിൽ പാമ്പും ചരടായി മാറുന്ന, ഇല്ലാത്തവരുടെ കഴുത്തിൽ ചരടും പാമ്പായി മാറുന്ന കേട്ടിട്ടില്ലേ? നിങ്ങളുടേതേ ആ സെക്കൻഡ് കാറ്റഗറിയാ. അജയൻ എവിടുന്ന് ഇത്രയും കോൺഫിഡൻസ്? അവിടെ ഇന്ദുവും ഈ കല്യാണം നടത്തിയേ പറ്റുള്ളെന്ന് ഒറ്റക്കാലിൽ നിൽക്കുക. പിന്നെ എങ്ങനെ ഇത് നടക്കാതിരിക്കും അജയ? നോ ചാൻസ് ബേബി. പക്ഷെ ഒരു ചാൻസ് ഉണ്ട്. വൈശാലി വൈദേഹി ആണെങ്കിലോ? അവള് വൈദേഹിയല്ല, വൈശാലിയാണെന്ന് തെളിഞ്ഞതല്ലേ? ചരടിനെ പാമ്പാവാങ്കി വൈശാലി വൈദേഹി ആയെന്നും ഇരിക്കും. നിങ്ങൾ രണ്ടുപേരുടെയും ഭാഗ്യം വെച്ച് നോക്കുമ്പോ എനിക്കെന്തോ വൈശാലി വൈദേഹി ആണോന്നൊരു സംശയമുണ്ട്. നോ ഡൗട്ട്. എന്താ ഓർമ്മല്ലേ സഹു ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോകുന്നേ? ശേഷിയില്ലാത്തവന്റെ വാക്കിനൊക്കെ എന്ത് വില? നീ എല്ലാത്തിനും തയ്യാറായിരുന്നു. അവസരം കിട്ടിയതും ചാടി വീണേക്കണം. ഹലോ നൗഷാദേ, ഞാൻ ഇന്ദുമതിയാ സംസാരിക്കുന്നേ. അയ്യോ പറയാമേ, നമസ്കാരം കേട്ടാ. എന്റെ കൊച്ചുമോന്റെ നിശ്ചയവാ. നൗഷാദ് 2 റിംഗ് ഉണ്ടാക്കി തരണം. അതിനെന്നമ്മേ, ഇത് ഇപ്പൊ തന്നെ കൊണ്ടുവരാലോ. ആ പിന്നൊരു കാര്യമുണ്ട്, ഡിസൈനൊക്കെ ഉഗ്രനായിരിക്കണം. പെണ്ണിന്റെയും ചെറുക്കന്റെയും പേരും അതിലുണ്ടാവണം. കൊട്ടാരം വീട്ടിൽ നിന്നൊരു ഓർഡർ കിട്ടിയാ അതത്ര നിസ്സാരായിട്ട് കാണുവോ? പിന്നെ നിശ്ചയം കൂടി ആയതുകൊണ്ട് ഞാൻ ശ്രദ്ധിക്കാണ്ടിരിക്കുവോ? കൊട്ടാരം വീട്ടിൽ നിന്ന് ഫോണോ? അമ്മയാണോ എന്നെ വിളിക്കുന്നേ? അവരുടെ വീട്ടിൽ ആർക്കാ ഇപ്പൊ എൻഗേജ്മെന്റ്? എല്ലാവരുടെയും കല്യാണം കഴിഞ്ഞതല്ലേ? അതെ അമ്മേ, റിങ്ങില് പേരെഴുതണമെന്ന് പറഞ്ഞില്ലായിരുന്നോ? പെണ്ണിന്റെ ചെക്കന്റെ പേരാ പറഞ്ഞേ? ദേവൻ. ദേവൻ. ആരാധ്യ. ആരാധ്യ. ദേവൻ ആരാധ്യ. ശരിയല്ലേ അമ്മേ? ആ അത് തന്നെ. അപ്പൊ ശരി കേട്ടോ അമ്മേ. ആ
ദേവനോ ആരാധ്യോ? ദേവന്റെ കല്യാണം നേരത്തെ കഴിഞ്ഞതല്ലേ, പിന്നെന്താ ഇപ്പൊ ഒരു എൻഗേജ്മെന്റ്? നൗഷാദിക്ക, വണ്ടിയുടെ സർവീസ് കഴിഞ്ഞു. ആ ഇക്ക, കൊട്ടാരം വീട്ടിൽ നിന്നല്ലായിരുന്നോ ഫോൺ? എന്താ ഓർഡർ ചെയ്ത്? അതാണ് അവിടുത്തെ ഇളയ ചെക്കന്റെ കല്യാണം അത്രേ. നേരത്തെ അയാളുടെ കല്യാണം കഴിഞ്ഞതല്ലേ? അതൊക്കെ ശരിയാണ്. അന്ന് ഞാൻ തന്നെയാണ് റിങ് കൊടുത്തത്. കല്യാണം കഴിഞ്ഞ ആൾക്ക് പിന്നെ എവിടെ നിന്ന് എൻഗേജ്മെന്റ്? അതൊക്കെ നമ്മളും തൊട്ടണം നോക്കണേ. നിനക്ക് വേണമെന്ന് വെച്ചാൽ നീ 4 കെട്ടിക്കോ, മോതിരം ഞാൻ ഉണ്ടാക്കി തരാന്നേ. എനിക്ക് എന്റെ കച്ചവടാ വലുത്. നീ ഒന്ന് പോയിടാപ്പാ, കാശൊക്കെ സൂക്ഷിച്ചു വെച്ചാട്ടാ. ഞാൻ കല്യാണം കഴിച്ചോളാം. നോ, എന്താ എന്തു ഇത്? എന്താന്ന്? അതെന്താ എന്നോട് ചോദിക്കുന്നേ? വായിച്ചിട്ടെന്താ മനസ്സിലായില്ലേ? ഞാൻ കല്യാണം കഴിച്ചോളാം. എന്താ അതിന്റെ അർത്ഥം? ഞാൻ കല്യാണം കഴിച്ചോളാം എന്ന് പറഞ്ഞിരുന്നോ? നീ പറയാത്തത് കൊണ്ടല്ലേ ചീട്ട് എഴുതി കുലിക്ക് നോക്കിയത്. കല്യാണം കഴിച്ചോളാം എന്നാ വന്നേ. എന്നാ എന്ത് തന്നെ കല്യാണം കഴിച്ചോ? എന്തിനാ എല്ലാരും ചിരിക്കുന്നേ? നിങ്ങളുടെയൊക്കെ കളിപ്പാവേ ഞാൻ? അപ്പൊ നിങ്ങൾ എല്ലാരും കൂടി അറിഞ്ഞുകൊണ്ടുള്ള കളിയാണതല്ലേ? എനിക്കിനി ഒരു കല്യാണോ? അല്ല, കല്യാണം കഴിക്കാതെ ഇങ്ങനെ നിൽക്കാനാണോ തീരുമാനം? എന്റെ അവസ്ഥ അറിഞ്ഞുകൊണ്ട് തന്നെയാണോ നിങ്ങൾ എല്ലാരും കൂടി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്? അല്ല, എന്ത് കാര്യത്തിനാ ഇപ്പൊ ഇതൊക്കെ? ഇപ്പോഴത്തെ ഈ വിഷമത്തിൽ നിന്ന് പുറത്തു കിടക്കാൻ വേണ്ടിയാ നിന്നെ കൊണ്ടൊരു കല്യാണം കഴിപ്പിക്കാന്ന് വിചാരിച്ചേ. എനിക്കിനി കല്യാണം ഒന്നും വേണ്ടച്ചാ. ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് അമേരിക്കയിൽ എത്തിപ്പെട്ടോട്ടെ. അല്ല, വൈദേഹി മരിച്ചിട്ടിപ്പോ ഒത്തിരി നാളൊന്നും ആയില്ലല്ലോ. ഉടനെ മറ്റൊരു കല്യാണം കഴിച്ചാ നാട്ടുകാരെന്തെങ്കിലുമൊക്കെ പറയുമെന്ന് കരുതിയാണോ നീ മടിക്കുന്നത്? ആരെന്ത് കരുതിയാലും എനിക്കെന്താ? ആദ്യം എനിക്കല്ലേ തോന്നണ്ടേ? ഒരു കല്യാണത്തിന്റെ ചിന്ത പോലും ഇനി എന്റെ മനസ്സിലുണ്ടാവുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. അല്ല, നിങ്ങൾക്ക് എന്തിനാ ഇങ്ങനെ ഒരു ചിന്തയുടെ ആവശ്യം? എന്തിനാന്ന് ചോദിച്ചാൽ എന്ത് പറയാനാടാ? നിന്റെ സന്തോഷല്ലേ ഞങ്ങൾക്ക് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ എന്നെ ഇങ്ങനെ ശല്യം ചെയ്യാതിരുന്നാ മതി. എന്തുകൊണ്ടാ പറയുന്നത് ഇവന് മനസ്സിലാകാഞ്ഞിട്ടാ. ആരാധ്യേ, നീ തന്നെ പറഞ്ഞു കൊടുക്ക്. ഇനി നിനക്കും പറയാനുണ്ടോ? അവളൊന്നും പറയാൻ പോകുന്നില്ല. കാരണം ചെറുപ്പം തൊട്ട് അവൾ എന്റെ ഫ്രണ്ടാ. എന്തൊക്കെയാ എന്റെ മനസ്സിലുള്ളതെന്നും എന്താണ് എന്നെ സന്തോഷിപ്പിക്കുന്നതെന്നും അവൾക്ക് നന്നായിട്ട് അറിയാം. ഞാൻ എത്രയും വേഗം അമേരിക്കയിലേക്ക് പോകാനുള്ള ശ്രമത്തിലാ. അതിനിടയിൽ ഈ കല്യാണം എന്ന് പറഞ്ഞ് എന്റെ അടുത്തേക്ക് വന്നേക്കരുത്. അത്ര പെട്ടെന്നങ്ങ് സമ്മതിച്ച വൈദേഹിയോടുള്ള നിന്റെ സ്നേഹത്തിന് വിലയില്ലാതായി പോവില്ലേ? സമയമെടുക്കും. പക്ഷെ നീ ഇപ്പൊ അമേരിക്കയിലേക്ക് പോയാൽ എങ്ങനെയാ? അത് ശരിയാവില്ലല്ലോ. എന്താ ഇപ്പൊ ചെയ്യാ? നമ്മള് ദേവനെ നിർബന്ധിച്ച് ബുദ്ധിമുട്ടിപ്പിക്കാൻ നോക്കുകയാണോ? ഞാൻ തിരിച്ചു പോകുന്നതായിരിക്കും നല്ലത്. നിനക്ക് എവിടെ പോണോന്നാ? അവനെ നിനക്ക് വലിയ കാര്യമല്ലേ? നിന്നെ പോലൊരു പെണ്ണിനെ അവനും വേണോ ഈ കുടുംബത്തിനും വേണോ നിനക്കറിയാലോ. എങ്ങനെയെങ്കിലും ഈ കല്യാണം നടത്തണം. അല്ല ഇന്ദുമ്മേ, നമ്മൾ ഒരാളെ നിർബന്ധിപ്പിച്ച്. അവന്റെ അവസ്ഥ അറിയാലോ. ഇപ്പം ഭാവിയെ കുറിച്ചൊന്നും ചിന്തിക്കാൻ തോന്നുന്നില്ല. നല്ലൊരു തീരുമാനം കൺമുമ്പിൽ വന്നാ ഇത്തിരി നിർബന്ധിച്ചാണെങ്കിലും അതങ്ങ് നടത്തണമെന്നാ. ആരാധ്യയാണ് പെണ്ണെന്നുള്ള കാര്യം നമ്മൾ അവനോട് പറഞ്ഞിട്ടില്ലല്ലോ. ഇനി അതറിഞ്ഞ സമ്മതിച്ചാലോ? എന്നവാ, എല്ലാവർക്കും അത്താഴം കഴിക്കണ്ടേ? ഞാൻ കല്യാണം കഴിച്ചോളാം. ഇന്ദുമ്മ എന്താ 2 ചീട്ടിലും ഒരേ കാര്യം തന്നെ എഴുതിയിരിക്കുന്നേ? എന്താ അജയ, ഇന്ദുമ്മ 2ാമത്തെ ചീട്ടിലും അതേ കാര്യം തന്നെ എഴുതിയിരിക്കുന്നത് എന്താണെന്നാണ് നോക്കുന്നത്? അത് പിന്നെ അങ്ങനെയല്ലേ വരൂ. ഇന്ദു അമ്മയ്ക്ക് എങ്ങനെങ്കിലും ഈ കല്യാണം ഒന്ന് നടന്നു കിട്ടിയാൽ മതിയെന്ന് മാത്രമേ ഉള്ളൂ. ഈ കല്യാണം നടക്കുന്നുള്ളത് ഉറപ്പാ. വരുൺ രാജാവാകൂ എന്നുള്ളത് ഉറപ്പാണ്. അതെ അതെ. എന്താ പറഞ്ഞേ? ഒന്നുമില്ലേ, കഴിച്ചോന്ന് ചോദിച്ചതാ. കഴിച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്.
സ്വന്തം ഭർത്താവിനെ കുത്തിക്കൊന്നിട്ട് ഒരു വലിയ വീട്ടിലെ മരുമകളാകാൻ പഠിച്ച പണി 18 നോക്കിയ വൈശാലിയെ കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചു.